പതിവ് പോലെ തന്നെ ഇന്നൊരു കാറ്ററിംഗ് ഉണ്ട്. ഞാനും കൂട്ടുകാരൻ എന്തായാലും അണിഞ്ഞൊരുങ്ങി സെറ്റ് ആയിട്ടുണ്ട്. സംഭവം ഒരാളെന്നാണ് പരിപാടി. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ എത്തിയിട്ടുണ്ട്. സംഭവം എന്നാലും എൻട്രൻസിൽ തന്നെ ജ്യൂസ് കൗണ്ടർ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കല്യാണത്തിലുള്ള സെറ്റപ്പ് ഓഡിറ്റോറിയം ഹാളൊക്കെ റെഡിയാണ്. ഇനി ആൾക്കാർ എത്തിയാൽ മാത്രം മതി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനിയാണ് നമ്മുടെ പണി. എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. അങ്ങനെ എന്തായാലും ഞങ്ങൾ കസാര ഇട്ട് കൗണ്ടർ ഇട്ടു. ഈ ചിരിച്ചു പോകുന്ന പുള്ളിക്കാരനാണ്ട് ഒരു ഇവന്റിന്റെ മുതലാളിയാണെന്ന് ആരെങ്കിലും പറയോ? പക്ഷേ സംഭവം ആളൊരു മുതലാളിയാണ്. എന്നാൽ അതിന്റെ അഹങ്കാരമൊന്നും പുള്ളിക്കില്ല കേട്ടോ. സംഭവം എന്നാലും ഇവിടെ അടുക്കളയും തകൃതിയായി പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സംഭവം ആളൊരു മുതലാളിയാണെങ്കിലും തൊഴിലാളികളെ മനസ്സാ എന്നും പറഞ്ഞ് തുടങ്ങിയിട്ട് എന്നും പറഞ്ഞാണ് പണി അവസാനിപ്പിച്ചത്. ആള് മൊത്തത്തിൽ ഞാൻ പറയാറില്ല, ഓവർ ടാലന്റ്. അത് തന്നെ സംഭവം. പിന്നെ ഈ വർക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. 3 മുതലാളിമാരുണ്ട്. ഒന്ന് നമ്മുടെ സ്വന്തം മുതലാളി, പിന്നെ നമ്മുടെ സ്വന്തം വിസ്റ്റ ഇവന്റ്സിന്റെ മുതലാളി. എന്ത് ചെയ്യാനാ, മുതലാളിമാരെ കൊണ്ടുള്ള തല്ലാന്നേ. പിന്നെ ഇവിടെ മൈസൂർ പാക്ക് അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ വേറെ ഉണ്ട്. നമ്മളെന്തായാലും ഡ്രസ്സൊക്കെ മാറി സെറ്റായി. ഇനി ഒരു തൊപ്പിയുടെ കുറവ് കൂടിയുള്ളൂ, അതോടെ ഇട്ടാൽ കംപ്ലീറ്റ് ആയി. സംഭവം ഞാൻ വിചാരിച്ച മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ സിമ്പിളാണ്. എന്നാൽ ഈ പുള്ളി ചെയ്യുന്ന കണ്ടപ്പോൾ മനസ്സിലായി അത് അത്ര സിമ്പിളൊന്നുമല്ല. എന്താ പുള്ളിയുടെ പെർഫെക്ഷൻ. സംഭവം തന്നെ എനിക്ക് കിട്ടിയ ഒരു വെറൈറ്റി പണിയാണ് പായസം ഒഴിക്കൽ. ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ എന്തായാലും ഉപ്പിലിട്ടുണ്ട്, ഇവിടെ തൊപ്പിയിട്ട് ഞാനുണ്ട്. ഏതായാലും സംഭവം എന്നാലും പരിപാടി നല്ല കളറായൊക്കെ പോകുന്നുണ്ട്. അത്യാവശ്യം തന്നെ ആൾക്കാരുണ്ട്. അതിനടക്ക് ഒരു പുള്ളിക്കാരൻ മുഖം കാണിക്കാൻ ചാട. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മെയിൻ മുതലാളി സ്ലോ മോഷനിൽ നടന്നു വരുന്നുണ്ട്. എന്ത് ചെയ്യാനല്ല, ഇതൊക്കെ ഈ പുള്ളിക്കാരനെ കൊണ്ട് സാധിക്കും. പിന്നെ ചെറിയൊരു പ്രശ്നം പറ്റിയത് കാറ്ററിംഗ് ബോയ്സിന് ഫുഡില്ലായിരുന്നു. പിന്നെ നമ്മുടെ മുതലാളി ആരാ മോൻ സ്വന്തം ചെലവിലാണോ എന്ന് അറിയില്ല. എന്തായാലും ഫുഡ് സെറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാവരും ഫുഡ് കഴിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ആൾ ഫുഡ് കഴിച്ചത്. ഏതായാലും സ്നേഹം. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബോസും മുതലാളിയും ഞാനും സാധനങ്ങളൊക്കെ വണ്ടി കയറ്റിയിട്ടുണ്ട്. സംഭവം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ വർക്കൊരു വൈബായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ.